ഇവിടെ വമ്പന്മാരും കുഞ്ഞന്മാരുമില്ല. ആ 90 മിനിറ്റാണ് കാര്യങ്ങൾ തീരുമാനിക്കുക. 4 ലോകകപ്പിന്റെ തലപ്പക്കവുമായി എത്തിയ ജർമ്മനിയെ ഇക്വഡോർ അടിച്ചിടുന്ന കാഴ്ചയാണ് കണ്ടത്. 2-ാം മിനിറ്റിൽ തന്നെ പിന്നിൽ പോയിട്ടും ഇക്വഡോറിന്റെ പോരാട്ട വീരത്തിനൊടുവിൽ 2-1 തകർപ്പൻ ജയത്തോടുകൂടി ഗ്രൂപ്പിൽ നിന്ന് 3-ാം സ്ഥാനക്കാരായി ലാറ്റിൻ അമേരിക്കൻ ടീം അങ്ങനെ നോക്കൌട്ടിലേക്ക് മുന്നേറുന്നു. എന്തായാലും അവരുടെ കളി ഇനി നോക്കൌട്ടിലും പല വമ്പന്മാർക്കും പേടി സ്വപ്നമായി മാറും എന്ന് തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കാം. ഒപ്പം തന്നെ നെതർലാൻഡ്സും ജപ്പാനും സ്വീഡനുമെല്ലാം നോക്കൌട്ടിലേക്ക് മുന്നേറിയിരിക്കുന്നു. ഗോൾക്കാനോയിലേക്ക് നമുക്ക് വിശദമായി പോകാം. ആദ്യം പോകുന്നത് ഇന്നത്തെ മത്സരങ്ങളിലെ ഈ ജർമ്മനിയുടെ ആ തോൽവിയെക്കുറിച്ച് തന്നെയാണ്. ഫിഫ ലോകകപ്പിൽ മുൻ ചാമ്പ്യന്മാരായ ജർമ്മനിയെ അട്ടിമറിച്ചിരിക്കുകയാണ് ഇക്വഡോർ. പിന്നിൽ നിന്ന് പൊരുതി കയറി 2-1 ഇക്വഡോറിന്റെ ജയം. യൂറോസാവിയെ തോൽപ്പിച്ച ഐവറി കോസ്റ്റും ചരിത്രത്തിൽ ആദ്യമായി നോക്കൌട്ടിലെത്തി. ഇപ്പോൾ വേൾഡ് കപ്പ് ഡെസ്കിൽ നിന്ന് അസർ ബിൻ അസീസ് ഉണ്ട്. അസർ, ഇക്വഡോറിനെ സംബന്ധിച്ചിടത്തോളം ഈ മത്സരം ഒരു ജീവൻ മരണ പോരാട്ടമായിരുന്നു. തോറ്റിരുന്നെങ്കിൽ അവർക്ക് പെട്ടി പാക്ക് ചെയ്യാമായിരുന്നു. പക്ഷേ അതവർ വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല എന്ന് തന്നെയാണ്. മുന്നിലുള്ളത് ജർമ്മനിയാണ്, 4 ലോകകപ്പ് നേടിയ ടീമാണ് എന്നൊന്നും അവർക്കുണ്ടായിരുന്നില്ല. പ്രത്യേകിച്ച് 2-ാം മിനിറ്റിൽ തന്നെ ലീറോയ് സാനെ ഒരു ഗോളടിച്ച് അവരെ പ്രതിരോധത്തിലാക്കുന്നു. എന്നിട്ടും അവർ തിരിച്ചു വന്ന് ജയിച്ചു കയറി. എന്തായാലും ഇക്വഡോറും ഉണ്ടാവും അടുത്ത റൗണ്ടിലും വലിയ അത്ഭുതങ്ങളുമായി. ഒപ്പം തന്നെ ഐവറി കോസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ കഴിഞ്ഞ 3 ലോകകപ്പുകൾ കളിച്ച് 2014-ലും 2006-ലും ഒക്കെ തന്നെ കളിച്ചെത്തിയ അവർ ആദ്യമായി റൗണ്ട് ഓഫ് 32-ലേക്ക് അല്ലെങ്കിൽ പ്രീ ക്വാർട്ടറിലേക്ക് അടുത്ത ഘട്ടത്തിലേക്ക് നോക്കൌട്ടിലേക്ക് പോകുന്ന കാഴ്ചയാണ് ഈ ഗ്രൂപ്പ് ഇയിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. തീർച്ചയായും അനിൽ, ജർമ്മനിക്ക് ഇക്വഡോർ അതിശക്തമായ നിലയിൽ ഒരു പഞ്ച് നൽകി എന്ന് തന്നെ പറയാം ഇന്നത്തെ മത്സരത്തിൽ. ആദ്യം 2-ാം മിനിറ്റിൽ അനിൽ സൂചിപ്പിച്ചതുപോലെ സാനയിലൂടെ ജർമ്മനി ലീഡെടുക്കുന്നു. തൊട്ടടുത്ത് തന്നെ അധികം വൈകാതെ തന്നെ ഇക്വഡോർ ആ ഗോള് മടക്കുകയാണ് ചെയ്യുന്നത്. ആംഗോലയിലൂടെ ഇക്വഡോർ ഗോൾ മടക്കുന്നു. പിന്നീട് ശക്തമായ പോരാട്ടം ഇരു ടീമുകളും തമ്മിൽ നടക്കുന്നു. 77-ാം മിനിറ്റിലാണ് ഗോൺസാലോ പ്ലാറ്റ ഇക്വഡോറിൻ്റെ വിജയ ഗോൾ നേടുന്നത്. അങ്ങനെ ഇക്വഡോർ ഒരു പക്ഷേ ഇന്ന് ജയിച്ചില്ലെങ്കിൽ നോക്കൗട്ട് കാണാതെ പുറത്തു പോകുന്ന സാഹചര്യം ഉണ്ടാകുമായിരുന്നു. ഗ്രൂപ്പിൽ നിലവിൽ 3-ാം സ്ഥാനത്താണ് ഇക്വഡോർ നിലയുറപ്പിച്ചിട്ടുള്ളത്. എന്തായാലും ആ 2-1 മിന്നും ജയം ഇക്വഡോറിനെ റൗണ്ട് 32-ലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. വളരെ ശക്തമായ പോരാട്ടം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. 2014-ന് ശേഷം ജർമ്മനി ആദ്യമായി അങ്ങനെ വീണ്ടും ഒരു നോക്കൌട്ട് മത്സരത്തിലേക്ക് യോഗ്യത നേടുകയും ചെയ്തിട്ടുണ്ട്. മറ്റൊന്ന് ഗ്രൂപ്പിലെ ആഫ്രിക്കൻ കരുത്തരായ ഐവറി കോസ്റ്റാണ്. ഐവറി കോസ്റ്റും വലിയ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഇത്തവണ ലോകകപ്പിനെത്തിയത്. ആദ്യ മത്സരത്തിൽ ഇക്വഡോറിനെ പരാജയപ്പെടുത്തുന്നു. പിന്നീട് ജർമ്മനിയോട് പരാജയപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഗ്രൂപ്പിലെ തന്നെ കന്നി അംഗക്കാരായി ലോകകപ്പിൽ ആദ്യമായി കളിക്കാനെത്തിയ കുറസാവോക്കെതിരെയാണ് ഐവറി കോസ്റ്റ് കളിച്ചത്. പെപ്പയുടെ ഇരട്ട ഗോൾ മികവിലാണ് ഐവറി കോസ്റ്റ് ആ ഗ്രൂപ്പിൽ നിന്ന് 2-ാം സ്ഥാനക്കാരായി നോക്കൌട്ടിന് യോഗ്യത നേടിയിട്ടുള്ളത്. ഐവറി കോസ്റ്റ് 4-ാം തവണയാണ് ഇത് വേൾഡ് കപ്പ് കളിക്കാനെത്തുന്നത്. അതിൽ തന്നെ ആദ്യമായാണ് ഗ്രൂപ്പ് ഘട്ടത്തിൽ 2 മത്സരങ്ങളിൽ വിജയം നേടുന്നതും ആദ്യമായി തന്നെ നോക്കൌട്ടിലേക്ക് പ്രവേശിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും അനിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ 90 മിനിറ്റാണ്. ഈ 90 മിനിറ്റിൽ ആര് ഗോൾ നേടുന്നു, ആര് മികച്ച കളി പുറത്തെടുക്കുന്നു, അവർക്കാണ് അന്തിമ വിജയം എന്നത്. അതിൽ ടീമുകളുടെ കണക്കുകളിലെയോ പുസ്തകങ്ങളിലെയോ വലുപ്പച്ചെറുപ്പമില്ല. മികച്ച കളി പുറത്തെടുക്കുക, ഗോൾ സ്കോർ ചെയ്യുക, അങ്ങനെ വിജയിക്കുക, കയറി വരിക, ഇത് തന്നെയാണ് ഇന്ന് ആ ഗ്രൂപ്പിൽ നമുക്ക് പുലർച്ചെ കാണാനായത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.